ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിളക്കുട്ടി ആകെ സങ്കടപ്പെട്ട് വീടിൻ്റെ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുക. ആകാശത്തോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. തൻ്റെ അച്ഛൻ്റെ ഒരു സാമീപ്യമൊക്കെ കുഞ്ഞിന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ കരഞ്ഞുകൊണ്ട് നിള അവിടെ ഇരിക്കുന്ന കാണുന്ന വിനീത് അടുത്തേക്ക് വരിക. എന്നിട്ട് ചോദിക്കും, നിളമോൾ എന്താ ഇവിടെ എങ്ങനെ ഇരിക്കുന്നേ? ഏയ് ഒന്നുമില്ല വിനീതേട്ടാ, ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നതാ. അച്ഛനെ ഓർമ്മ വന്നോ എന്ന് ചോദിക്കുക. അപ്പം നിള കരയൂ കേട്ടോ. വിനീതേട്ടൻ എന്താ മോളോട് പറഞ്ഞിരുന്നത്? മോക്ക് അച്ഛനെ ഓർമ്മ വരുമോ? എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വിനീതേട്ടൻ്റെ അടുത്തേക്ക് വരണമെന്നല്ലേ? വിനീതേട്ടൻ അച്ഛൻ പെരുമാറുന്നവരെ ശ്രമിക്കാമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്താ വരാതിരുന്നത്? ഏയ് അത് പിന്നെ അപ്പച്ചി കണ്ട വഴക്ക് പറയില്ലേ? അതൊന്നും മോള് നോക്കണ്ട. മോളോട് ആരാ പറഞ്ഞേ? വിനീതേട്ടനല്ലേ? അപ്പോൾ വിനീതേട്ടൻ്റെ അടുത്തേക്ക് വരാൻ മോൾ ആരുടെയും സമ്മതം നോക്കണ്ട, ഒരാവശ്യമില്ല കേട്ടോ എന്ന് വിനീത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, എന്നിട്ട് മോൾ എന്താ മോളുടെ ദേഹത്ത് ആരോ പിച്ചും മാന്തും ഒക്കെ ചെയ്തിട്ട് ഇതൊന്നും വിനീതേട്ടനോട് പറയാതിരുന്നേ? ഏയ് അതൊക്കെ വെറുതെ പറഞ്ഞ് എന്തിനാ വിനീതേട്ട പ്രശ്നം ഉണ്ടാക്കുന്നത്? അതുകൊണ്ടാ. ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് വിനീതേട്ടനോട് പറയാൻ ഒരു മടിയും കൂടണ്ട, ഉറപ്പായിട്ടും പറയണം എന്നും പറഞ്ഞ് കുഞ്ഞിനെ ചേർത്ത് നിർത്തുക. അപ്പം ഇതും കണ്ടോണ്ടാ സുജാത അവിടേക്ക് വരുന്നത്. അപ്പം സുജാത ചോദിക്കും, ചെറുതും വലുതും എല്ലാം കണക്കല്ലേ? എല്ലാം എൻ്റെ മോൻ്റെ പിന്നാലെ കൂടിയേക്കുക. എന്നിൽ നിന്ന് എൻ്റെ മകനെ അകറ്റാൻ വേണ്ടിയല്ലേ നിൻ്റെയൊക്കെ ശ്രമം? അപ്പം ഈ ശബ്ദം കേട്ടുകൊണ്ട് അവിടേക്ക് ശാരദ വരിക. എന്താ സുജാതെ? കെട്ടിലമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? നീയും നിൻ്റെ 4 പെൺമക്കളും കൂടി എൻ്റെ മോനെ അങ്ങ് ദത്തെടുത്തെന്നാണല്ലോ തോന്നുന്നത്. രക്ഷകനായിട്ട് അവൻ എപ്പോഴും കൂടെ തന്നെ വേണമല്ലോ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ പൊടിക്കുപ്പി എൻ്റെ കുറ്റങ്ങൾ ഓരോന്നും എൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കുക. അതെങ്ങനെയാ? എപ്പോഴും ഇവനെ ചുറ്റിപ്പറ്റിയല്ല നടത്താം. എന്നിട്ട് അവൻ എന്നോട് വന്ന് ചോദിക്കുന്നു, പെറ്റ തള്ളേക്കാളും അവന് വലുത് അമ്മാവൻ്റെ ഭാര്യയും മക്കളുവാ. എന്ത് ചെയ്യാനാ? ഇവനെയൊക്കെ വളർത്തിയ സമയത്ത് ഞാൻ വേറെന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ സുജാത പറയാം. അപ്പോൾ പെട്ടെന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ രാധമ്മ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്ന ഗീതയോട് ചോദിക്കും, എന്താണ് നിൻ്റെ അമ്മ ഇത്ര ദേഷ്യപ്പെടുന്നത്? എനിക്കെങ്ങും അറിയില്ല, വേണമെങ്കിൽ മുത്തശ്ശി പോയി ചോദിക്കുക എന്ന് പറയുകയാണേ. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഗംഗയും കാവേരിയും യവനെയൊക്കെ വരിക. അതോ നീയൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അഭയാർത്ഥിയെ പോലെ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തരുന്നത് തിന്ന് മര്യാദയ്ക്ക് ഇവിടെ കിടക്കാനുള്ളതിന് പകരം എൻ്റെയും എൻ്റെ മോളുടെയും കുറ്റം പറഞ്ഞ് എൻ്റെ മോനോട് ഓരോന്നൊക്കെ ഓതിക്കൊടുക്കലൊക്കെ നിൻ്റെ സ്വഭാവമൊക്കെ. ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കോണം. എൻ്റെ കുടുംബം തകർക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിന്നെയൊക്കെ സമാധാനത്തോടെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ കുടുംബത്തോട് തന്നെ നീയൊക്കെ ദ്രോഹം ചെയ്യുന്നോടി എന്ന് ചോദിക്കാം. അപ്പോൾ ശാരദ പറയും, നീ എന്തൊക്കെയാണ് സുജാത പറയുന്നേ? ഞങ്ങൾ എന്ത് ചെയ്തെന്നാ? ഒന്നും ചെയ്യാത്തൊരു പാവത്ത് ങ്ങളെ രവീന്ദ്രേട്ടൻ മരിച്ച നിമിഷം തൊട്ട് എൻ്റെ മകനെ നീയൊക്കെ കൂടി അങ്ങ് ദത്തെടുത്ത് എല്ലാ കാര്യത്തിനും അവനെയല്ലേ കൂടെ നിർത്തിയിരിക്കുന്നേ. എന്നിട്ട് എൻ്റെ കുറ്റം പറഞ്ഞ് എന്നിൽ നിന്ന് അവനെ അകറ്റാൻ നോക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ നീയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെയാ? ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. എടാ വിനീതേ, എനിക്കിപ്പോൾ അറിയണം, ഞാനാണോ അതോ ഇവരാണോ നിനക്ക് വലുതെന്ന്. ഇവരിവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ നിമിഷം ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിരിക്കും. ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞാലേ ജീവിക്കുമെന്നല്ല അതിനർത്ഥം. അന്നത്തോടു കൂടി ഈ സുജാതയുടെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുമെന്നാ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ശാരദ മക്കളെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം കാവേരി പറയും, അമ്മേ നമ്മൾ ഇനി എന്തമ്മേ ചെയ്യുക? വേണ്ട, ഇനി ആർക്കും നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവേണ്ട മക്കളെ, നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് അവരെ നിന്ന പടി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സുജാത പറയും, തള്ളേ മക്കളും എല്ലാവരും കൂടി എൻ്റെ കുടുംബം തകർക്കാൻ നോക്കുന്നു. എൻ്റെ മകനെ വെന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ നോക്കുന്നു. അങ്ങനെയുള്ളവരെയൊന്നും ഈ വീട്ടിൽ വെച്ച് പുറപ്പിക്കാൻ ഈ സുജാതയ്ക്ക് ഒരിക്കലും സാധിക്കില്ല. കണ്ട പാറമടയിലും കണ്ടവൻ്റെ പറമ്പിലും പണിയെടുത്ത ഞാൻ എൻ്റെ 2 മക്കളെയും പോറ്റി വളർത്തിയത്. എന്നിട്ട് അവരെ തന്നെ എനിക്കെതിരെ തിരിക്കാൻ ഇവർക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു എന്ന് പറയാം. അപ്പോൾ ഗീത വന്ന് പറയും, അമ്മേ ഇങ്ങനെ വേണോ അമ്മയെ മുന്നോട്ട് പോകാനായിട്ട്? അല്ലാതെ അമ്മ ഒരുമാതിരി നനഞ്ഞ തീപ്പെട്ടി പോലെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം തന്നെ ഇവറ്റകൾ തകർക്കും. അമ്മയ്ക്കിതൊന്നും അറിയത്തില്ല, ഞാനിതൊക്കെ പറഞ്ഞു തരില്ലേ, ഇപ്പോഴാ എൻ്റെ അമ്മയായത് എന്നൊക്കെ സുജാതയോട് പറയാം. അപ്പോൾ അവിടേക്ക് വരുന്ന രാധമ്മ പറയും, തള്ളേ മോളും ഇതിനൊക്കെ അനുഭവിക്കൂടി, അവർ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ സുജാത തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗീത പറയും, മുത്തശ്ശിക്ക് അത്രയ്ക്കങ്ങ് ദണ്ണം ഉണ്ടെങ്കിൽ അവരുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകാൻ തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലാതെ നിൻ്റെയൊക്കെ ആട്ടും തുപ്പും കേട്ട് ഈ വീട്ടിൽ ഞാൻ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നും ചോദിച്ച് ആ തണുപ്പത്ത് മുത്തശ്ശിയും അവരോടൊപ്പം ഇറങ്ങിപ്പോവാണ് കേട്ടോ. അപ്പം വിനീതാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. അപ്പോൾ ഗീത വന്നിട്ട് പറയും, വിനീതേ, നീങ്ങാനും അവരുടെ പിന്നാലെ പോയാലുണ്ടല്ലോ, എൻ്റെ അമ്മയ്ക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ പെറ്റമ്മയെക്കാളും നിനക്ക് വലുത് എവിടെ കിടക്കുന്ന അമ്മായി മക്കളും ഒക്കെ ആണല്ലേടാ. നിന്നെ അവരെന്തുമാത്രം കരയിച്ചതാടാ. അതെങ്കിലും നിന്റെ മനസ്സിൽ വേണ്ടേ? എന്നിട്ട് നാണമില്ലാതെ അവരുടെ പിന്നാലെ നടക്കുന്നു
ഗീതയും അവിടെ നിന്ന് അകത്തേക്ക് പോവാണ് കേട്ടോ. വിനീതാണ് ആകെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ അവരുടെ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അമ്മ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നുള്ള പേടിയും വിനീതനുണ്ടേ. എന്നിട്ട് അവിടുന്ന് അവർ പറമ്പിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പം നല്ല പേടിയാവുന്നുണ്ട്. അപ്പോൾ രാധമ്മ പറയും, പണ്ട് ഇവിടെയൊക്കെ കാട്ടുമൃഗങ്ങൾ വന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു, അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് സൂക്ഷിക്കണം. അപ്പോൾ ശാരദ പറയും, നമ്മൾ ഇനി എന്തിനാ അമ്മയെ സൂക്ഷിക്കുന്നത്, ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് സംഭവിക്കാനുള്ളത് എന്ന് ഇങ്ങനെ പറയാം. അപ്പം കാവേരിയോട് പറയും, മോളെ കാവേരി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ വീട് വീണ്ടെടുത്തല്ലേ പറ്റൂ, പക്ഷേ അമ്മേ അതിന് കാശ് വേണ്ടേ അമ്മേ എന്നൊക്കെ കാവേരി ഇങ്ങനെ പറയാണ് കേട്ടോ. പെട്ടെന്ന് നിള പറയും, അമ്മ എനിക്ക് ഉറക്കം വരിക, മോള് അമ്മയുടെ മടി കിടന്ന് ഉറങ്ങിക്കോ, ഇവിടെ കിടന്ന് എങ്ങനെയാ അമ്മേ നമ്മൾ ഉറങ്ങുക, ഇവിടെ വല്ല കാട്ടുമൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കില്ലേ, പേടിച്ച് വിറച്ച് വേണ്ടേ അമ്മേ ഇവിടെ കിടക്കാൻ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് സുജാതയുടെ കണ്ണ് വെട്ടിച്ച് വിനീത് അവിടേക്ക് വരികയാണേ. എന്നിട്ട് പറയും, ഞാൻ എങ്ങനെയെങ്കിലും നാളെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് തരാട്ടോ അമ്മായി എന്ന് പറയാം. അപ്പോഴത്തേക്കും രാധമ്മ പറയും, അതിന് വാടകയ്ക്ക് കാശ് കൊടുക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ 10 പൈസ ഇല്ലടാ, നീ ഇനി വീടെടുത്ത് തന്നിട്ട് ആ കാശും കൂടി നീയാ മുടക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി സുജാതയ്ക്ക് കൂടുതൽ കിടന്ന് തുള്ളാനായിട്ട്, അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശാരദ പറയും, മോനെ വിനീതേ, നാളെ നീ ഇവരുടെ കൂടെ ഒന്ന് ബാങ്കിൽ പോയാൽ മതി. ബാങ്കിലോ, അതെന്തിനാ അമ്മായി എന്നപ്പോൾ വിനീത് ചോദിക്കും. അപ്പോൾ കാവേരിയും അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്നറിയാതെ അമ്മേനെ നോക്കുമ്പോൾ, ബാങ്കുകാർ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പം ഒന്നും ചോദിക്കാതെ നമ്മളിങ്ങനെ ഇറങ്ങി പോരുമല്ലേ ചെയ്തത്, അവർ പൈസ അടച്ചാൽ വീട് തിരിച്ച് തരാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ളപ്പം നമുക്ക് ആ ബാങ്കിൽ പോയി എത്ര രൂപ അടയ്ക്കാനുള്ളതെന്നെങ്കിലും ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ അതിൻ്റെ ശരി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗംഗ പറയും, അതൊക്കെ ജയബാലങ്ങൾ ചെയ്തു തരാമെന്നല്ലേ അമ്മേ പറഞ്ഞത്, എത്ര നാളെന്ന് കരുതിയ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ച് നമ്മൾ ജീവിക്കുക, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണ്ടേ, നാളെ കാവേരിയും ഗംഗയും കൂടി അവിടെ പോയി എത്ര രൂപ അടയ്ക്കാനുള്ളതിന് എന്ന കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് വാ, നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് അടച്ച് എത്രയും പെട്ടെന്ന് വീട് നമുക്ക് തിരിച്ചെടുക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പം എന്നിട്ട് ശാരദയാണെങ്കിൽ വിനീതനോട് പറയും, കാവേരിയുടെയും ഗംഗയുടെയും കൂടെ മോന് പറ്റുവാണേ നാളെ ഒന്ന് ചെല്ലണം എന്ന് പറയണേ. ഉറപ്പായിട്ടും ചെല്ലാം അമ്മായി, ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോളാം എന്ന് പറയാം. അപ്പം രാവിലെ തന്നെ ഗംഗയും അതുപോലെ നമ്മുടെ കാവേരിയും വിനീതും കൂടിയാണ് ബാങ്കിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ബാങ്കിൽ ചെല്ലുമ്പം പെട്ടെന്ന് അവിടേക്ക് നിവിൻ വരും. അപ്പം നിവിനെ കാണുമ്പം കാവേരി ചോദിക്കും, നിവിൻ എന്താ ഇവിടെ, ഞാനാ വിളിച്ചു വരുത്തിയത്, നമുക്ക് ഈ ബാങ്കിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ അറിയില്ലല്ലോ, ഇവനാണെങ്കിൽ നല്ലതായിട്ട് വിദ്യാഭ്യാസമുണ്ട്, അത്യാവശ്യം കാര്യങ്ങളും അറിയാം, അങ്ങോട്ട് ഇതിനെപ്പറ്റിയൊക്കെ അറിവുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉള്ളത് എന്തുകൊണ്ട് നല്ലതാ എന്ന് വിനീത് പറയൂട്ടോ. വെറുതെ നിവിനെ കൂടി ബുദ്ധിമുട്ടിപ്പിക്കണ്ടായിരുന്നു എന്ന് കാവേരി പറയേ. അതെന്താ കാവേരി നീ അങ്ങനെ പറയുന്നത്, ഒരു സഹായം എനിക്ക് പറ്റുന്നത് ചെയ്തു തരുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടല്ല നിവിൻ, ഇപ്പം തന്നെ ഒരുപാട് പേർക്ക് ഞങ്ങൾ ബുദ്ധിമുട്ടാവുന്നുണ്ട്, ഇനി ഒരാളെ കൂടി വെറുതെ എന്തിനാ ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് വലിച്ചഴിക്കുന്നതെന്ന് കരുതിയാ, അല്ലാതെ വേറൊന്നും കൊണ്ടൊന്നും അല്ല എന്ന് കാവേരി പറയാണ് കേട്ടോ. ഇതേ സമയം അവർ ബാങ്ക് മാനേജറെ കാണണമെന്ന് അവിടെയുള്ള സ്റ്റാഫിനെ അറിയിക്കുക. അപ്പോൾ സാറൊരു മീറ്റിങ്ങിലാണെന്നും വെയിറ്റ് ചെയ്യാനും അവിടെയുള്ള സ്റ്റാഫ് പറയാണ് കേട്ടോ. എന്നിട്ട് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബാങ്ക് മാനേജർ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഒരു അറ്റൻഡർ വന്ന് വിളിക്കുമ്പം അവരകത്തേക്ക് ചെല്ലുക. പക്ഷെ അവരെ കണ്ടിട്ടും കണ്ട ഭാവം പോലും നടിക്കാതെ വളരെ ധാർഷ്ട്യത്തോടു കൂടി ഒന്ന് ഇരിക്കാൻ പോലും പറയാതെ ബാങ്ക് മാനേജർ അവരുടേതായ കാര്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് കാവേരിക്ക് ദേഷ്യം വന്നിട്ട് കാവേരി പറയും, വാ ചേച്ചി, നമ്മളിവിടെ വലിഞ്ഞു കയറി വന്നതൊന്നും അല്ലല്ലോ, നമ്മൾ ഇവരോട് സംസാരിക്കാൻ ഇവർ വരാൻ പറഞ്ഞിട്ടാണ് കയറി വന്നത്, ഇരിക്കുക ചേച്ചി എന്നും പറഞ്ഞ് ഗംഗയെ പിടിച്ചിരുത്തി കാവേരി അവിടെ ഇരിക്കും. സാറിന് കണ്ണിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ, അതെന്താ അങ്ങനെ സംസാരിച്ചത്, അല്ല നിങ്ങൾ ഏത് കേസിൻ്റെ കാര്യത്തിനായിട്ട് വന്നതാ എന്ന് പെട്ടെന്ന് ഒന്നും അറിയാത്ത പോലെ ചോദിക്കും. അപ്പം കാവേരി പറയും, അത്ര പെട്ടെന്നൊന്നും സാറ് എന്തായാലും മറക്കാൻ വഴിയില്ലെന്ന് എനിക്ക് അറിയാനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്, ഇത്ര പെട്ടെന്ന് സാർ അത് മറന്നുവെന്ന് ഞങ്ങളുടെ മുന്നിൽ വെറുതെ അഭിനയിക്കുകയും വേണ്ട. 1-2 ദിവസം മുന്നേ ഒരു പാവം 2 അമ്മമാരെയും 4 പെൺമക്കളെയും കൂടി അവരുടെ അച്ഛൻ മരിച്ച് ചിതയുടെ ചൂട് മാറുന്നതിന് മുന്നേ ഇറക്കി വിട്ടില്ലായിരുന്നോ, ആ കേസ് തന്നെയാണ് സാറേ ഈ ഞങ്ങൾ എന്ന് പറയാണ്. ഓ നിങ്ങളോ, അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ലല്ലോ, അത്രയ്ക്ക് നല്ല പെരുമാറ്റമാണല്ലോ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്, ഒരു ബാങ്കിൽ നിന്ന് ആൾക്കാർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് വരുമ്പം പെരുമാറേണ്ട രീതിയിലാണല്ലോ നിങ്ങൾ പെരുമാറിയതും, ഒരിക്കലും ഞങ്ങളത് മറക്കില്ല എന്ന് ബാങ്ക് മാനേജർ കുത്തി പറയാണ്. അങ്ങനെ ഞങ്ങൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കിയതും നിങ്ങളാണെന്നുള്ള കാര്യം സാർ ഒരിക്കലും മറക്കില്ലെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറയാണ്. ഞങ്ങൾക്കറിയേണ്ടത്
എത്ര രൂപയാണ് ഞങ്ങളുടെ അച്ഛൻ അടയ്ക്കാനുള്ളത്? ഈ കാര്യങ്ങളൊന്നും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ പറയുന്നത് വിശ്വസിച്ചാൽ ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ തുക അറിയേണ്ട കടമ ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടല്ലോ എന്ന് പറയാം. ഉറപ്പായിട്ടും ഞങ്ങളത് പറഞ്ഞു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അയാൾ കുറച്ച് ലാപ്ടോപ്പിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയും, ഏകദേശം 10 ലക്ഷം രൂപ മുടക്കം വന്നിട്ടുണ്ട്, അത് അടയ്ക്കേണ്ടത്. അപ്പോൾ 10 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് തിരിച്ചു കിട്ടും എന്നാണോ സാറ് പറയുന്നത് എന്ന് ഞെട്ടലോടെ കാവേരി ചോദിക്കുകയാണ് കേട്ടോ. കാവേരിയും ഗംഗയും വിനീതും ഇത്രയും വലിയൊരു തുക പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയ തുക വല്ലതും ആയിരിക്കുമെന്നാണ് അവർ കരുതിയിരുന്നത്. അപ്പോൾ പറയും, ഇനി 10 ലക്ഷം രൂപ നിങ്ങൾ അടച്ചാലും നിങ്ങൾക്ക് വീട് തിരിച്ചു കൊടുക്കണ്ടെന്ന ബാങ്കിൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം ബാങ്കിൻ്റെ ഡയറക്ടറേറ്റ് ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് തീരുമാനിച്ചതാ. നിങ്ങളുടെ വീട്ടിൽ വന്നു കയറിയപ്പം ഞങ്ങൾക്കുണ്ടായ ദുരനുഭവമൊക്കെ ഡയറക്ടർ അംഗങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ തന്നെയാണ് പറഞ്ഞത്, ഇനി നിങ്ങൾക്ക് ആ വീട് തിരിച്ചു കൊടുക്കണ്ട, ഈ വീടിന്മേലുള്ള സർവ്വ തുകയും അടച്ച് ഫുൾ ലോൺ ക്ലോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വീട് തിരിച്ചു കിട്ടുകയുള്ളൂ. അത് എവിടുത്തെ ന്യായവാസ അതുകൊണ്ട് അന്ന് നിങ്ങൾ പറഞ്ഞ വാക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായവാ? നിങ്ങൾ അന്ന് ഞങ്ങൾ അടയ്ക്കാനുള്ള കുടിശ്ശിക തുക അടച്ചു കഴിഞ്ഞാൽ വീട് തിരിച്ചു കിട്ടും എന്നുള്ള ഉറപ്പിന്മേൽ മാത്രമാണ് ഞങ്ങൾ ഇറങ്ങിത്തന്നത്. ഇപ്പോൾ വീട് നിങ്ങളുടെ കസ്റ്റഡിയിലായപ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറ്റുവാണല്ലേ എന്ന് പറയാം. ഞങ്ങളല്ല ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇത് ഒരു പ്രൈവറ്റ് ബാങ്കാണെന്നറിയാലോ. ഇതിൻ്റെ മേൽ ഡയറക്ടറേറ്റ് അംഗങ്ങളുണ്ട്. അവരുടെ തീരുമാനം അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് അപ്പോൾ മാനേജർ പറയാണ്. ഏകദേശം 30 ലക്ഷം രൂപയാണ് ലോൺ ഫുൾ അടച്ച് തീർക്കാനുള്ളത്. അത് മുഴുവൻ നിങ്ങൾ അടച്ചു തീർത്താൽ പിന്നെ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാ എന്ന് പറയാം. ഇനി അയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാകുന്ന കാവേരിയും ഗംഗയും വിനീതും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. ബാങ്കിൻ്റെ നടപടികളെ പറ്റിയൊക്കെ പറഞ്ഞ് ഈ പാവങ്ങളെ പേടിപ്പിക്കാൻ പറ്റുമായിരിക്കും എന്നും കരുതി എന്നെ അങ്ങനെ പേടിപ്പിക്കാനൊന്നും കരുതരുത് കേട്ടോ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷേ എൻ്റെ അമ്മയെ അറിയാം. രാജേശ്വരി, അതായത് ടീക്കപ്പ് റിസോർട്ടിൻ്റെ ഓണർ, അവരെ പറ്റി അറിയാതിരിക്കില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നിവിനും അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. പെട്ടെന്ന് മാനേജറുടെ അടുത്ത് നിന്നിരുന്ന സ്റ്റാഫ് ചോദിക്കും, സാർ അവരാ തുകയുമായിട്ട് വന്നു കഴിഞ്ഞാൽ വീട് നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ? ഇനി ആ വീട് ഒരിക്കലും അവർക്ക് തിരിച്ച് കിട്ടില്ലടോ. അതിനുള്ള കളികളൊക്കെ ആ വീടിൻ്റെ പിന്നിലുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിച്ചത് പോലും അയാൾക്ക് ആ വീട് വേണം. അതിനു വേണ്ടിയല്ലേ ഈ കളികളെല്ലാം കളിക്കുന്നത്. ഇനി അവർക്ക് ആ വീട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ബാങ്ക് മാനേജർ ചിരിച്ചുകൊണ്ട് നിൽക്കാം. സമയം ശാരദയാണ് പറമ്പിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പം അവിടേക്ക് രാധമ്മ ചെല്ല. എന്താ ശാരദ നീ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്? ഏയ് ഒന്നുമില്ലമ്മേ. നീ എന്താ മക്കള് ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വന്ന ഉടനെ ആ വീട് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് കരുതിയാണോ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? അമ്മ എന്താ എന്നെപ്പറ്റി കരുതി വെച്ചിരിക്കുന്നേ? ഞാൻ അത്ര വിഡ്ഢിയാണോ അമ്മേ? ആ വീട് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലെന്ന് എനിക്കറിയാം. എത്ര തുകയാണ് അവർ പറയാൻ പോകുന്നതെന്ന് പോലും എനിക്കൊരു ഉറപ്പില്ല. നമ്മുടെ കയ്യിൽ 10 രൂപ എടുക്കാനില്ല. അപ്പം വലിയൊരു തുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ എന്ന് പറയാം. അപ്പോഴത്തേക്കും രാധമ്മ പറയും, എൻ്റെ മകൻ പോയ പുറകെ എന്തൊക്കെയാ മോളെ ഈ സംഭവിക്കുന്നത്? ഇപ്പം പെറ്റ മകളുടെ സ്വഭാവമോ അത് അതിലും ദുഷ്ടയായി മാറിയിരിക്കുന്നു. ഇവൾ ഇങ്ങനെ മാറിയത് എന്ന് ചോദിക്കാം. അപ്പം ശാരദ പറയും, അരവിന്ദേട്ടൻ ഉണ്ടായിരുന്നപ്പം എല്ലാം നല്ലതായിരുന്നു അമ്മേ. സുജാതയുടെ വീട്ടിൽ നമ്മളെപ്പോഴും എത്ര സന്തോഷത്തോടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സുജാതയും അരവിന്ദേട്ടനും ഞാനും ഗീതയും നമ്മുടെ മക്കളും അമ്മയും ഒക്കെ ആയിട്ട്. എന്നാൽ ഇപ്പം അരവിന്ദേട്ടൻ പോയതോടുകൂടി ആ വീടും നമുക്ക് നരകമായി മാറി. എല്ലാ ബന്ധങ്ങളും അരവിന്ദേട്ടൻ ഇല്ലാതായതോടുകൂടി തീർന്നമ്മേ എന്ന് പറഞ്ഞ് ശാരദ കരയാണ് കേട്ടോ. മോളെ നീ ഇങ്ങനെ കരയരുത് മോളെ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുന്നിൽ തെളിയും. നമ്മളെ നിൽക്കുന്നത് എൻ്റെ പറമ്പിലാണ്, ഇവക്ക് ഞാൻ കൊടുത്ത പറമ്പാണ് ഇത്. ഇനി ഈ പറമ്പിൽ നിന്ന് കൂടി ഇവളെന്നെ ഇറക്കി വിടുമെന്നാണ് എൻ്റെ പേടി. അതും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടമ്മേ. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. എന്തും എപ്പം വേണേലും സംഭവിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് പിന്നെ ഒന്നും വിഷമിപ്പിക്കില്ലമ്മേ എന്ന് പറയാണ്. വാർദ്ധക്യമായി കഴിഞ്ഞാൽ അമ്മമാർ ഒരിക്കലും ജീവിച്ചിരിക്കാത്ത മോളെ നല്ലത്. എത്രയും വേഗം മരിക്കുന്നോ അതാ നല്ലത്. പിന്നെ മക്കൾക്കും പേരക്കുട്ടികൾക്കും മരുമക്കൾക്കും ഒക്കെ ഒരു ഭാരം തന്നെയാണ്. അമ്മ എന്ത് വർത്തമാനം ഈ പറയുന്നത്? ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം അമ്മയ്ക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു വേദനയും സംഭവിക്കില്ല. എനിക്ക് പറ്റുന്ന പോലെ അമ്മയെ നോക്കുകയും ചെയ്യും. എനിക്കറിയാം എൻ്റെ മോള് അവൾ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോകുക. പെറ്റ വയറ അതുപോലും മനസ്സിലാക്കാതെയാണ് അവൾ എന്നെ ഇന്നലെ രാത്രി അവിടുന്ന് ഇറക്കി വിട്ടത്. ഇങ്ങനെ മാറിപ്പോകാൻ അവൾക്ക് പറ്റിയോ എന്ന് ചോദിക്കുകയാണേ. ഇതേ സമയം ഒരു ബക്കറ്റൊക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ യമുനയും നിളയും കൂടി വരികയാണ്. നിങ്ങളിത് എങ്ങോട്ടാ മക്കളെ? അമ്മ ഞങ്ങളൊന്ന് പുഴയിൽ പോയി കുളിച്ചിട്ട് വരാം. ഈ ബക്കറ്റ് എവിടുന്നാ? ഇത് ഞങ്ങൾ ആ
പിന്നിലിരിക്കുന്ന ബാത്റൂമിൽ നിന്ന് എടുത്തതാ. സുജാത അത് കണ്ടോ? അവൾ കണ്ടു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കില്ലേ? അപ്പച്ചി കണ്ടു, ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഗീത ചേച്ചി എന്തൊക്കെയോ പറഞ്ഞ് പിരികേറ്റുന്നുണ്ടായിരുന്നു. അവൾ ഒറ്റ ഒരുത്തിയാ സുജാതയെ ഈ രീതി മാറ്റിയെടുക്കുന്നത്. അവളുടെ അമ്മായിമ്മയുടെ കൂടെയുള്ള സഹവാസം കൊണ്ട് ഗീതയ്ക്ക് ഇപ്പം നല്ല മാറ്റമുണ്ട് എന്ന് പറയാം. ഗീതയുടെ കയ്യിൽ നിന്ന് സുജാതയ്ക്ക് ഒന്ന് കിട്ടുമ്പോൾ അവൾ പഠിച്ചോളും എന്നൊക്കെ രാധമ്മ അവിടെ നിന്ന് പറയണം. അപ്പോൾ സോപ്പും ഈ പേസ്റ്റും ഒക്കെയോ അതൊക്കെ വിനീതേട്ടൻ മേടിച്ച് തന്നതാ. ബ്രഷും ഉണ്ട്, ഞങ്ങൾ അവിടെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമേ എന്ന് പറയാം. ദേ മക്കളെ, ആ വെള്ളത്തിൽ കിടന്ന് ഒരുപാട് നേരം ഒന്നും കുളിക്കാൻ നിൽക്കരുത് കേട്ടോ. പെട്ടെന്ന് കുളിച്ച് കയറി വരണം. എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ആശുപത്രി പോകാൻ പോലും നമ്മുടെ കൈ കാശില്ല. ആ ചിന്ത വേണം. ഇല്ലമ്മേ, ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോളാം എന്ന് പറയാണ് കേട്ടോ. അതേസമയം ബാങ്കിൽ നിന്ന് ഇറങ്ങുന്ന കാവേരിയും ഗംഗയും പരസ്പരം നോക്കുക. ഇത്രയും വലിയൊരു തുകയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും ചേച്ചി എന്ന് കാവേരി ചോദിക്കുക. എനിക്കറിയില്ല, അമ്മയോട് ഇതുകൂടി പറഞ്ഞു കഴിയുമ്പം അമ്മയ്ക്ക് ഒരുപാട് സങ്കടം ആവുകയുള്ളൂ. നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ചിന്തിക്കുക. വിനീതനും അവരോട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കേട്ടോ. ഇതേസമയം നിവിനാണ് വീട്ടിൽ ചെന്നിട്ട് ബാങ്കിൻ്റെ നടപടിക്രമങ്ങളെ പറ്റിയൊക്കെ ഒരാളോട് വിളിച്ച് അന്വേഷിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആണോ നിയമ നടപടികൾ എന്നൊക്കെ. അപ്പോൾ ഇതും കേട്ടുകൊണ്ട് രാജേശ്വരി അവിടേക്ക് വരിക. രാജേശ്വരി പറയും, ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ നിനക്കുള്ള നിയമ നടപടികളൊക്കെ എന്ന് ചോദിക്കാം. അപ്പം അമ്മയുടെ പെട്ടെന്നുള്ള കടന്നുവരവും ചോദ്യവും ഒക്കെ നിവൻ വല്ലാതെ ഭാവത്തോടെ അമ്മയെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.